കാശുകുട്ടൻ പാറുക്കുട്ടിയും സ്വന്തം മക്കളെ പോലെയാണോ കാണുന്നത്? അല്ല, അപ്പുറത്തെ വീട്ടിൽ ഞാൻ ആരോടാ ചോദിച്ചിരിക്കുന്നത്? പിന്നെ ചെക്കന്മാർ രണ്ടുപേരും സുന്ദരന്മാരാണ്. ചെക്കന്മാരുടെ അച്ഛനും നല്ല സുന്ദരനാണ്. ചേച്ചി അവരെ പൊന്നുപോലെ നോക്കണം കേട്ടോ. അങ്ങനൊന്നുമില്ല. ഇത് ചെയ്യട്ടെ? ഇല്ല, എനിക്ക് പെൺകുട്ടികളൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇനി മതിയായി ഗൈസ്, എനിക്കൊരു മതി പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഹലോ, എന്താ പരിപാടി? അതെ, നമുക്ക് ക്യൂ വേണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ ഒരു പാത്രം വളരെ പെട്ടെന്ന് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാട്ടാ. ഇത് കുറെ പേരോട് ചോദിച്ചതിന്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. വേണ്ടവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ വേറൊന്നല്ല, നമുക്ക് വീഡിയോ എടുക്കണ്ടേ? കൊറേ ആയില്ലേ ആ ഒരു ക്യൂ ആൻഡ് ഇട്ടിട്ട്. എപ്പെടുക്കാന്ന് നല്ല പണിയില്ലല്ലോ ചേട്ടനെയും കൂടിട്ടോട്. എവിടെ ആണോ? അത് ക്ലീനിങ് ആണോ നിങ്ങള്? അല്ലോ അല്ലു മോനെ, ക്ലീനിങ് ആണോ? അതിനല്ലും ക്ലീൻ ചെയ്യണേ? അങ്ങനെ ചെയ്യരുത്, അപ്പിച്ചല്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്ഥലല്ലടാ. അതിനോ നല്ല പണിയില്ലല്ലോ ചേട്ടനെയും കൂടിട്ടോട്. ഒന്ന് അടിച്ചു വരാറുണ്ട്. അടിച്ചു വാരി തുടച്ചിട്ട് വേഗം നമുക്ക് പണി തുടങ്ങാം. ഞാൻ മൂപ്പ് വെച്ചിട്ടല്ല കേട്ടോ നമ്മൾ തുടയ്ക്കുക. അത് നമ്മൾ ജസ്റ്റ് അപ്പായിട്ട് പെട്ടെന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിലും തുടയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. വേറെ അടിപൊളി കിടക്കാച്ചിട്ടുണ്ട്, ന്യൂ ജെൻ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അഗാരോ സ്പിൻ മോപ്പ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ചാർജ് കയറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാണ് ഇതിൻ്റെ വാട്ടർ പോയിന്റ്. ഇതിനുള്ളിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് സ്പ്രേ പോലെ അടിക്കാനായിട്ടാണ് കേട്ടോ. അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള കറകളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് പിന്നെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പം എന്തായാലും ചാർജ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക് വരുന്നത്. ഇതിലേക്ക് ഒരു ലെവൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ക്ലീൻ പൗച്ച് കേട്ടോ. ഇത് 2 സെറ്റ് കിട്ടും. ഇപ്പോൾ 2 എടുത്ത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉണക്കി അലക്കി വെച്ച് മറ്റേ 2 യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പവർ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ലൈറ്റ് കത്തിയിട്ട് നമുക്കിത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ മറ്റേത് സ്പ്രേയുടെ ബട്ടണാണ്. പിന്നെ LED ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണാത്ത ഏരിയയിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് തുടയ്ക്കാവുന്നതാണ്. വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള കറകളൊക്കെ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കില്ലേ, അതിൽ കൂടെ കുറച്ച് ഫ്ലോർ ലിക്വിഡ് ഉണ്ടാവില്ലേ, ക്ലീനിങ് ലിക്വിഡ്, അതും കൂടി ആഡ് ചെയ്ത് കുറച്ചുകൂടി നന്നായിരിക്കും. നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. വളരെ യൂസ്ഫുൾ ആണ്. ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി. ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്ക്. സൂപ്പർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ Q&A സെക്ഷനിലേക്ക് കിടക്കാണ്. അപ്പൊ ഒത്തിരി നാളായിട്ട് ഒരു Q&A ചെയ്തിട്ടല്ലേ? ക്വസ്റ്റ്യൻസ് കിട്ടപ്പോ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് അറിയാവുന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ടാ ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു പേരൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യായിട്ട് നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെന്താ, എല്ലാവരുടെ നമ്മുടെ വീഡിയോസിൽ എല്ലാവരും ഡൗട്ടാണ്, നിഖിൽ ചേട്ടൻ എന്താ ജോലി? നമ്മുടെ ചോദിച്ചിട്ടുള്ളത് നിത ആണ് കേട്ടോ. നിത ഇവിടെ കുറെ നസീറൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറെ പേര് നിങ്ങളുടെ ജോലി എന്താ, നിങ്ങളുടെ വീട്ടിലെല്ലാവരും റിയൽ നെയിം എന്താ? ഒരു ഹായ് നിത പറയാമോ? നസീറാന്ന പേരും നിതയ്ക്ക് ഹായ് പറയാമോ? ഓക്കെ ഹായ്. അപ്പൊ നിഖിൽ ചേട്ടന്റെ ജോലി എന്താ? നിഖിൽ ചേട്ടൻ തന്നെ പറഞ്ഞോ. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആയിട്ടിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. മറ്റു കമ്പനീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ അവർക്ക് കൊടുക്കാന്ന് പറയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോ ഏഡുകളൊക്കെ ചെയ്യണത്. അതാണ് എൻ്റെ ജോലി. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ജോബിനാട്ടോ. പാറൂസിന് എത്ര വയസ്സായെന്ന് ചോദിച്ചിട്ടുണ്ട്. പാറൂസിന് ഇപ്പൊ 5 വയസ്സായി. 5 വയസ്സായി. അത് മാത്രല്ല പാർക്കുട്ടി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഇപ്പൊ അവള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയിട്ടോ. നിങ്ങൾ ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് വെക്കുമോ? നിങ്ങൾ എന്നും വെക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫ് വെക്കാൻ വേണ്ടി എല്ലാവരും കമന്റ് ചെയ്യും. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോ അപ്പൊ അതിനാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചില ആൾക്കാർ പറയാം വേണ്ട ചെയ്യണ്ട, റിപ്പീറ്റ്. പക്ഷേ മിക്കവർക്ക് ഇഷ്ടം നമ്മുടെ ആനിമൽ ലൈഫ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ചേച്ചിമാരുടെ അമ്മയുടെ അച്ഛൻ്റെയും പേരെന്താ? അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ലീന എന്നാണ്. അഞ്ജുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരും സിജി കണ്ണൻ ഉണ്ണികൃഷ്ണൻ എന്നാണ് കേട്ടോ.
പിന്നെ അമ്മുക്കുട്ടി ചോദിച്ചിട്ടുണ്ട്, അമ്മുക്കുട്ടീസ് കിച്ചണിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയ വീട് എന്താ ഹോം ടൂർ കാണിക്കാതെ. നമ്മളത് കാണിക്കാത്തത് വേറെ ഒന്നല്ല, അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീട് മാത്രമാണ് ഞങ്ങളുടെ പഴയ വീട്. അതിന്റെ പേരിൽ അതൊന്നും നന്നായിട്ടൊന്നും ഒരു ഹോള് പോലെയാണ് അതൊക്കെ എടുക്കുന്നത്. അതിന്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ പ്രൊമോഷൻ വരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നിങ്ങൾ എല്ലാവരും കാണിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ കെ സി വർഗീസ് ചോദിച്ചിട്ടുണ്ട്, ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ കീത്തു ആൻഡ് നിഖിൽ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് നിസാര 3-4 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. കാരണം ചേച്ചിക്ക് 22 വയസ്സും ചേട്ടന് 27 വയസ്സായിട്ടുള്ളൂ. 6-7 വയസ്സിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത്ര ഡിഫറൻസ് ചേട്ടന് നല്ല വയസ്സസ് ഉണ്ട്. പക്ഷെ എല്ലാവരും പറയാറുണ്ട് ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കണില്ല, ഇത്രയും നല്ല ക്യൂട്ട് ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ചേട്ടനെ കിത്തു ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പൊ അല്ല ഗൈസ്, ചേട്ടൻ ഒരു യങ് ആണ് ഇപ്പോഴും ആൻഡ് എനർജറ്റിക് ആണ്. ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ദേവകൃഷ്ണ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അയിനു ചേട്ട എന്ന് അല്ലുവിനെ വിളിക്കുന്നെന്ന്? അവർ ഒരുമിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്നത് അല്ലേ, സെയിം ക്ലാസ് ഒക്കെ വരുന്നതല്ലേ? അപ്പോൾ കുറച്ച് ഇവ തമ്മിലെ ഏജ് ബിറ്റ്വീൻ എന്ന് പറയാനായിട്ടും ഇല്ല. ഇനി ചേട്ട എന്ന് വിളിപ്പിക്കേണ്ടെന്ന്. ഇത് ഈ കുട്ടിയുടെ മാത്രം ഒപ്പീനിയൻ അല്ല കേട്ടോ, നമുക്ക് മിക്കത് ഒരു ഷോർട്സിലൂടെയാണ് ഇത് കുറച്ചും കൂടി ഫേമസ് ആയത്, ഈ ചേട്ടാവില്. അത് ഞങ്ങളായിട്ട് തന്നെ പഠിപ്പിച്ചാണ്. ഞങ്ങളത് അതെന്താന്ന് പറയുക സംഭവം, അതായത് ഇവിടത്തെ നിഖിലിനെ നിതീഷിനെ പോലെ ആക്കാനുള്ള ഒരു അവരെ പോലെ വാർത്തെടുക്കാനൊന്നല്ല, അവർ തമ്മിൽ ഒരു റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു സംഭവം തന്നെ നമ്മുടെ കാശിക്കായാലും അയിനുവിനായാലും അല്ലുവിനും വേണമെന്നുണ്ട്. അതായത് അല്ലുവിനൊരു ഒരു ചേട്ടൊരു സ്ഥാനം കൊടുത്ത 2 അനിയന്മാരെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അവരിപ്പോ മൂത്ത തന്നെയാണ്. നമ്മളിപ്പോ ചേട്ടാന്ന് വിളിച്ച് പഠിപ്പിച്ചോണ്ട് പക്ഷേ ഇത് ഇഷ്ടം അല്ലുവിനെ ഒരു ഇത് കൊടുക്കണമെന്ന് ചേട്ടൻ ഞങ്ങൾക്കൊരു താല്പര്യം, അത്രേ ഉള്ളൂ. പിള്ളേരല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുഹറ ചോദിച്ചിട്ടുണ്ട്, 3ാമത്തെ കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അടുത്തൊന്നും ഞങ്ങൾ ആലോചിക്കുകയില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലെ? അങ്ങനെയില്ല, ഞങ്ങക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പൊ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിക്കും. ഇല്ല ഞാൻ പറയണില്ല കേട്ടോ. എനിക്ക് പെൺകുട്ടികളൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കില് എനിക്ക് മതിയായി ഗൈസ്, എനിക്കൊരു മതി പറ്റുന്നില്ല എന്നെ കൊണ്ട്. എനിക്ക് ഇപ്പോഴേ തന്നെ തലയിൽ നിന്ന് ഇങ്ങനെ പുക, എന്റെ തലയിങ്ങനെ പൊളിച്ചു നോക്കി, ഇനി പുകയായിരിക്കും. ഇപ്പത്തന്നെ ഈ ഒരു വീട് എടുക്കാൻ വേണ്ടിട്ട് അച്ഛൻ 2 എണ്ണത്തിനെയും കൊണ്ട് വലിയമരം വീട്ടിൽ പോയിരിക്കുകയാണ്. കാരണം ബഹളാണ്, അടിയില് അതിന്റെ ഇടയിൽ അങ്ങനെ ചിന്തിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സന്തോഷ് കുമാർ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി സന്തോഷ് എന്നുള്ള പേരൊക്കെ ചില ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും ചേച്ചിമാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ അച്ഛന്മാരുടെ ഫോണിൽ നിന്നൊക്കെ ആയിരിക്കും കമന്റ് ഇടുന്നത്. അപ്പൊ അവരോട് പറഞ്ഞത് നിങ്ങളുടെ കൊടുങ്ങല്ലൂരിൽ വീട് എവിടെയാണ് ശരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്, വിച്ച് പ്ലേസ് എന്ന് വെച്ചിട്ട്. അപ്പൊ ഇത് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ വീട് കൊടുങ്ങല്ലൂരിന്ന് പടിഞ്ഞാറ് വെമ്പലൂർ, അതായത് അസ്മാബി കോളേജ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അസ്മാബി കോളേജ് എന്ന കൊച്ചു ഗ്രാമത്തിലല്ല, പി വെമ്പലൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീട്. അസ്മാബി കോളേജിന്റെ അടുത്ത് അറിയില്ല. പിന്നെ ഇർഫാന ചോദിച്ചു, അഞ്ചു ചേച്ചിയും ഗീതു ചേച്ചിയും, ഗീതു അല്ലാട്ട് ഇപ്പോഴും പറയണേ കീത്തു ചേച്ചിയാണ്, പിണങ്ങി മിണ്ടാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. പിണങ്ങി മിണ്ടാതിരിക്കില്ല, എനിക്ക് എന്തെങ്കിലും പിണങ്ങാൻ വന്നാൽ ഓപ്പണായിട്ട് അവളോട് പറയും, അത്രേ ഉള്ളൂ. ഞാൻ തന്നെയായിരിക്കും പിണങ്ങ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ശ്രീരേഖ ചോദിച്ചിട്ടുണ്ട്, അമ്മയും മഞ്ജുവും അമ്മയും മഞ്ജുവും കീത്തുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറില്ലേ? അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അഭിപ്രായ വ്യത്യാസങ്ങൾ മീൻസ് നമ്മളെ വീട്ടിലെല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അത് നല്ല രീതിക്ക് ഒരാൾ പറയുന്നത് മറ്റൊരാൾ നല്ല രീതിക്ക് കേൾക്കാൻ ശ്രമിച്ചാൽ തന്നെ അവിടെ വ്യത്യാസങ്ങൾ വരില്ല. ഓക്കെ, അതങ്ങനെയാണ്, നമുക്ക് എടുക്കാൻ പറ്റും. അതല്ല ഞാൻ പറയുന്നതാണ് ചെയ്യുന്നത് വെച്ചിട്ട് റൈസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഒരുവിധം നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോയിലൊക്കെ കമന്റ് വരുന്ന മാറ്റൊരു ചോദ്യം തന്നെയാണ്. ദുർഗ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ വേറെ വീട് വെച്ച് പോകുന്നുണ്ടോ? ഇപ്പൊ ഓരോ ഫാമിലി ആയിട്ട് ഗീതു ചേച്ചി, നിഖിൽ ചേട്ടൻ, അല്ലു, അയിനു ആയിട്ട് വേറെ പോകുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഇത് വലിയ ക്വസ്റ്റൻ ആയിരുന്നില്ല. ഇപ്പോൾ നിങ്ങളാക്കിയത് ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഓരോ ആൾ ആയാലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആയാലും നിങ്ങൾ അതൊരു വലിയൊരു ക്വസ്റ്റൻ ആട്ടോ. അപ്പൊ ഇതില് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീട് വെക്കുന്ന പ്ലാൻ ഉണ്ടോന്ന്.
ഇടയ്ക്ക് Q&A ചോദിക്കും. നമ്മൾ ഇന്ന് വരെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, നമ്മൾ ഇനി അങ്ങനെ പ്ലാൻ ചെയ്യില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ലൈഫിന്റെ ഓരോ സ്റ്റേജസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചായിട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ നിലവിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല. മേ ബി പ്ലാൻ ഉണ്ടായേക്കാം. അപ്പൊ അതെന്തായാലും നിങ്ങളടുത്ത് പറയും. അതൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് വേറെ ഒന്നും ഇതൊരു കാര്യം പറയാ, അയ്യോ ഞങ്ങൾ അന്ന് പോണില്ല എന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നല്ല. നമ്മളിപ്പോ ഞങ്ങളുടെ എല്ലാവരെയും എന്താ പറയുക ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം, ഇവിടുന്ന് മാറി താമസിക്കരുത്, ഞങ്ങളുടെ മക്കള് എല്ലാവരും ഇവിടെ തന്നെ ഈ വീട്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അച്ഛന്റെയും അമ്മയുടെയും ഞങ്ങളുടെയും ചേട്ടന്റെയും എല്ലാവരുടെ ആഗ്രഹം. അതെ, ഇപ്പൊ നമ്മളിൽ ഇവര് വലുതാകുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഞങ്ങൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നു. പിന്നെ അടുത്ത ചോദിച്ചിട്ടുണ്ട്, ജസീറ അബ്ദുൾ റസാഖ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എത്ര വരെ പഠിച്ചു? ചേച്ചി ഒരു MCA ഗ്രാജുവേറ്റ് ആണ്, ഫസ്റ്റ് റാങ്ക് ഒന്നുമില്ല. ഇനി ഒരു അവസരം ചേച്ചി അങ്ങനെ പറയാത്തത്, ചേച്ചി എന്തിനാ ജോലിക്ക് വിടാതെന്ന് പലരും ചോദിക്കും. അതുകൊണ്ടാണ് ചേച്ചി ഫസ്റ്റ് റാങ്കും പറയാത്തത് എന്നും പറയാത്തത്. ചേച്ചി അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, അവനെ ഫോട്ടോയും കാണിച്ചത്. അതെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ഒരു അവസരം കിട്ടിയ പഠിക്കുമോ? ഇല്ല, ചേച്ചി പഠിക്കില്ല. കാരണം 3 കൊല്ലം BCA, 3 കൊല്ലം MCA, എനിക്ക് മടുത്തു ഗൈസ്. പിന്നെ അല്ലു അതിന് അവരുടെ റിയൽ നെയിം എന്താ? അല്ലുവിന്റെ പേര് കാലിക്സ് എന്നാണ്, അതിന്റെ പേര് ഐനിക്സ് എന്നാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ അല്ല, അതൊരു ഇതാണ്, വിഷമം പറഞ്ഞിരിക്കുന്നതാണ്. അബിയാണ് പറഞ്ഞിരിക്കുന്നത്, ട്വിൻ സ്റ്റാർസിൽ Q&A ചെയ്യുന്നു പറഞ്ഞിട്ട് 1 month ആയി, അതുകൊണ്ട് ഇതിലും ഒന്നും ചോദിക്കുന്നില്ല. നെക്സ്റ്റ് മന്ത് വീഡിയോ ഇടാവോ? ജസ്റ്റ് Q&A പോസ്റ്റ് ഇട്ടാൽ മാത്രം പോരാ, ലാഗ് ഇല്ലാതെ വീഡിയോ ചെയ്യാനും ശ്രമിക്കൂ. അതിക്കൂട്ട ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ വീഡിയോ പോലും നമ്മൾ 4 days ആയിരുന്നുണ്ടല്ലോ ഇപ്പൊ Q&A ഇട്ടിട്ട്. ഇപ്പൊ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റാതെ ഞങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എല്ലാ വീഡിയോസ് എടുക്കുന്നത്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, എല്ലാ വീഡിയോസ് എടുക്കുന്നുണ്ട്, അതുപോലും മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇവന്മാര് ജഗക്കില്ലാടികൾ തന്നെയാണ്. അവരെ കുറ്റമായിട്ടല്ല അറിയാലോ, നിങ്ങൾ പിള്ളേരെ പേരിൽ കുറ്റം പറയരുത് നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ? ഒരു ദിവസം 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളു, അതന്നെ ഞങ്ങൾക്കുള്ളൂ. നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുക്കണം, കുറച്ചേരം ഉറങ്ങും, ഒക്കെ ഉള്ളതെല്ലാം അഡ്ജസ്റ്റ്മെന്റിലാണ്. പിന്നെ മാത്രല്ല, അപ്പൊ അങ്ങനെ വിഷമം വിചാരിക്കരുത്, തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കാണണം. പിന്നെ നമ്മള് Q&A കഴിഞ്ഞിട്ട് 2-3 ദിവസം പിടിക്കുന്നത് നല്ല ക്വസ്റ്റ്യൻസും കൂടി അതിൽ ആഡ് ആവാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ചെയ്ത് നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും കൂടിയും ചെയ്യില്ലല്ലോ, അതുകൊണ്ട് കൂടിയാട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലി സുഭാഷ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹായ് കീത്തു, നിഖിൽ, എൻ്റെ പേര് അഞ്ജലി. എനിക്ക് ചോദിക്കാനുള്ളത്, നിതീഷ് ചേട്ടൻ കീത്തുവിനെ വഴക്ക് പറയാറുണ്ടോ? ഏത് കാര്യങ്ങളാണ് വഴക്ക് പറയാറ്? നിഖിൽ അഞ്ജുവിനെ വഴക്ക് പറയാറുണ്ടോ? ഞാൻ വ്യക്തമായി പറയാം ഗൈസ്. അപ്പോൾ നിതീഷ് ചേട്ടൻ എന്നെ വഴക്ക് പറയാറുണ്ട്. അത് വഴക്കായിട്ടല്ല, കാര്യങ്ങൾ പറയാണ്ട്, കീത്തു അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അത് ചെയ്തിട്ട് നിങ്ങൾ അതല്ലാണ്ട് അങ്ങനൊന്നുമില്ല. ഇത് ചെയ്ത് വെക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തത് നോർമലി ഒരാൾ വഴക്കണ പോലെ വഴക്ക് പറയാറുണ്ട്. പക്ഷെ നമ്മളെ ബ്രിഗിലേട്ടൻ അങ്ങനെ കീത്തു ചേച്ചിയോട് ഞാൻ പറഞ്ഞതില്ല എത്ര വട്ടം നിങ്ങളോട് അങ്ങനെ തന്നെ പറയാം. അഞ്ജു ചേച്ചിനെ അഞ്ജു അഞ്ജു ചേച്ചിയുടെ അടുത്തായാലും അല്ലല്ല, നമ്മള് സബ്സ്ക്രൈബേഴ്സ് പറയുന്നതനുസരിച്ച് നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മൾക്ക് അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല. എനിക്ക് നമ്മളിപ്പോ ഇത്ര വർഷം വരെ അഞ്ജു ചേച്ചി തന്നെയാണ് വിളിച്ചിട്ടുള്ളത്, ചേച്ചി എന്നാണ് റെസ്പെക്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഓക്കെ, അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ ചീത്ത പറയാറുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കുറച്ച് റഫാണ്. അങ്ങനെയല്ല, മീൻസ് ആള് ഭയങ്കര സിമ്പിൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 1-2 തവണ കൂടുതൽ പറയേണ്ടി വന്നാൽ പിന്നെ ദേഷ്യം വരും. മിക്കതും ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അലസമായിട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്ത, കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ ചെയ്യാത്തോണ്ടൊക്കെ അത് ഞാൻ നീ നന്നായിട്ട് ചെയ്യും, അത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ദേവി കൃഷ്ണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചേച്ചിയുടെ അമ്മയുടെ ഹോം ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കി കൊടുക്കുന്നു. ഇത് കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കമന്റുകൾ വരുന്നതാണ്. ചോദിച്ചോണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ടൈൽ ഇട്ടിട്ടില്ല, അതൊരു കാര്യം. നമ്മളൊരു പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടെ റിനോവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കാര്യം കുറച്ചധികം കാര്യമുണ്ട്. നിങ്ങൾ കാണുന്ന കുറച്ച് ഏരിയാസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട്. അവിടെ അമ്മയും അമ്മമ്മയും മാത്രമുള്ളൂ വെച്ചാൽ അവര് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ആൾട്രേഷൻ ചെയ്യാൻ കുറെ കാലം ചെയ്യുന്നത് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല.
ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ പ്രത്യേകിച്ച് അമ്മമ്മയ്ക്ക് അതിനൊന്നും ഒരു ഇതല്ല, നമ്മൾ ചെയ്യാന്ന് അതായത് ഇപ്പൊ ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് മീൻസ് അവരറിയുന്നതിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അമ്മ അത് ചീത്ത പറയുകയേ ചെയ്യുള്ളൂ. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അവർ രണ്ടുപേരും ഉള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് അങ്ങനെ പറയുന്നോണ്ട് നമ്മുടെ വീട് അങ്ങനെ മൂടി പിടിപ്പിക്കേണ്ട കാര്യമില്ല. അത് മീൻസ് നമ്മള് ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാൻ പാടില്ല എന്നൊരു ഞങ്ങൾ ചെയ്യണുണ്ടോ ഇല്ലേന്നുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. നമ്മുടെ അച്ഛനമ്മമാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കുറച്ച് അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു കാര്യം. ചോദിച്ചാൽ നന്നായി. എന്തായാലും ഓക്കെ. ഒരു കാര്യം കൂടി ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ദക്ഷിണ ധ്രുവം. ഈ കൊച്ചു പേരും ചോദിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണോ. ഈ വീട്ടിൽ മരുമകളായി വരാൻ എന്ത് പുണ്യമാ ചെയ്തിരിക്കാം? You are so lucky. എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുൻപ് വരെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ആയിരിക്കാം എന്നെ ഇത്രയും നല്ലൊരു വീട്ടിൽ, എന്നെ ഇത്രയും നല്ലൊരു അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അതിലുപരി എനിക്ക് ഇത്രയും നല്ലൊരു ഹസ്ബൻഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർ വിചാരിക്കും ചേച്ചി പറ. അങ്ങനല്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്റെ ഭാഗ്യം തന്നെയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ എൻ്റെ ഒരു സർപ്രൈസ് അതൊക്കെ പിന്നെ പറയാം. മീൻസ് എനിക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് അതും കൊണ്ടാണ്. അതായത് നമ്മുടെ ഭാഗ്യമാണ്, ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. അതെന്നും ദൈവം ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോട്ടെ, ഒരു കണ്ണൊന്നും തട്ടാണ്ട് കൊണ്ടുപോട്ടെ ദൈവം, എത്ര ഉള്ളൂ കേട്ടോ. പിന്നെ മാക്രി കുഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, അല്ലു അതിനു കാശി സംസാരം കുറവാണോ? പിള്ളേര് ഒരുപാട് ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് അവർ ഭയങ്കരമായിട്ട് സംസാരം കുറവാണ്. അതും പറഞ്ഞ അവർ ഒരു ഒറ്റ വേർഡും സംസാരിക്കാതിരിക്കുന്നില്ല. അവർക്ക് സംസാരിക്കാൻ മടിയടാ. പിന്നെയും കാശി അതിനും സംസാരിക്കും. അതിനിപ്പോ എന്ത് പുതിയ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യും. അല്ലുണ്ടല്ല, അല്ലുവിന്റെ മോളും അമ്മേ എനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ വരുന്നുണ്ട് പൊന്നു മക്കളെ, അവിടുത്തെ വണ്ടിയെ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ കിഴക്കേക്ക് പറഞ്ഞയച്ചതായിരുന്നു, അവിടുത്തെ വണ്ടിയെ കൊണ്ട് വരുന്നുണ്ടാ. ശരാ ചേട്ടന് അതിനൊരു കണ്ണ് തെറ്റണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടി അടി പിടി ഗ്ലാസ് എടുത്ത് റിയൽ സംഭവങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ കുഞ്ഞാവയാണ് വരുന്നത്. 3 കുഞ്ഞന്മാരായപ്പ. അപ്പൊ അതെ അങ്ങനെയൊക്കെയാണ്. അവരെന്തായാലും ഇപ്പൊ അടുത്ത് സ്പീച്ച് തെറാപ്പിക്ക് എന്തായാലും കൊണ്ടുപോകണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ KG സെക്ഷനിലേക്ക് വിടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. സത്യസന്ധമായി പറയണം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ് നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പ്രൊമോഷൻ ആയി കിട്ടുന്നതാണോ അതോ ക്യാഷ് കൊടുത്ത് നിങ്ങൾ വാങ്ങുന്നതാണോ? ഇതിന് റിപ്ലൈ തരണേ. അപ്പൊ അത് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിൽ നിന്ന് അങ്ങനത്തെ വീഡിയോസിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അതായത് അതിന് ഇൻട്രസ്റ്റിംഗ് ആണ് ആൾക്കാർ കാണാനായിട്ട്. കാരണം കൂടുതലും നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാലോ, ഇവരുടെയൊക്കെ ഏജുള്ള ടീനേജേഴ്സ് ആണ്, പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ അമ്മമാരും കാര്യങ്ങളും എല്ലാവരും. ചുരിദാർ ആയിക്കോട്ടെ, ടോപ്പ് ആയിക്കോട്ടെ, ടീഷർട്ട് ആയിക്കോട്ടെ, അതൊക്കെ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ റീച്ചും കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണതാണ് നമുക്ക് ഒരിക്കലും പ്രൊമോഷൻ തരില്ല. പൈസ കൊടുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, പുഷ്പ രവീന്ദ്രൻ വെച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിന്റെ വലിയ ഫാനാണ്. എനിക്ക് ചേച്ചി കാണുന്നുണ്ട്. എന്റെ പേര് ഋതുനന്ദ ആൻഡ് മൈ ബ്രദർ നെയിം സൂര്യനന്ദ്, ഹീസ് ആൾസോ യുവർ ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ വീട് എവിടെയോ, അല്ലൂസേൻ്റെ അതിന് ഒറിജിനൽ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അനിയനും എൻ്റെ ഫാനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ സ്വന്തം വീട് എടമുട്ടത്താണ്. നമ്മുടെ വീട് കൊടുങ്ങല്ലൂർ SM പുരം പീരമ്പല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. കോളേജിന്റെ അടുത്താണ്. ദേവിക ദിലീപ് ചോദിക്കാനല്ല പറഞ്ഞ നല്ലൊരു കമന്റ് തന്നിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ ഇഷ്ടമാ, വീഡിയോസ് കൂടുതൽ ഇടണം നോക്കണം ചേച്ചി, ഇടാൻ നോക്കണം കേട്ടോ ചേച്ചി. ഓക്കെ. പിന്നെ ചെക്കന്മാർ 2 പേരും സുന്ദരന്മാരാണ്, ചെക്കന്മാരുടെ അച്ഛനും നല്ല സുന്ദരനാണ്, ചേച്ചി അവരെ പൊന്നുപോലെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വളരെയധികം ഞാൻ വായിച്ച ക്വസ്റ്റ്യൻ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെക്കന്മാരായിട്ട് അപ്പൊ താങ്ക് യു ദേവിക. അത്ര ഉള്ളത്. നന്ദു ചോദിച്ചിട്ടുണ്ട്, ശ്രീമുവിന്റെ ശരിക്കുള്ള നെയിം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രീമുവിന്റെ ശരിക്കുള്ള നെയിം ശ്രീമതി എന്നാട്ടോ. പിന്നെ സഖിയ ചോദിച്ചിട്ടുണ്ട്, അഞ്ജു ചേച്ചിയുടെ ശരിക്കുള്ള നെയിം എന്താ ചോദിച്ചിട്ടുണ്ട്. അത് അനീഷ എന്നാണ് കേട്ടോ. അനീഷ നിതീഷ്. ലിൻഡ വിൽസൺ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, ചേച്ചി ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ചേട്ടനായാലും മാരേജ് ബിഫോർ കേട്ടോ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ബിഫോർ എന്തായാലും നമുക്ക് ചെറിയ ചെറിയ പ്രണയങ്ങൾ ഉണ്ടാവില്ലേ? വലിയ പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചെറിയ പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ആൻസർ കിട്ടിയല്ല. കുടുംബം കലക്കാതിരിക്കാൻ നോക്കണി. ചേട്ടന്റെ പ്രണയകഥകളൊന്നും പറയട്ടെ മക്കളെ. ചേട്ടൻ സീരിയസ് നിലപ്പാട്ട് ഓർമ്മയിലേക്ക് കൊണ്ടുപോലെ.
അർപ്പിത നെയിം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അർപ്പിതയുടെ നെയിം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് Q&A സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചോദിക്കൂ. നല്ല അമ്മു സുജ ചോദിച്ചിട്ടുണ്ട്, അല്ലു കറന്റ് ബോഡി വെയിറ്റ് എത്രയാ? അല്ലുവിന്റെ വെയിറ്റ് 10,500, അയിനുവിന്റെ വെയിറ്റ് 9,500. രണ്ടുപേര് എത്ര കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ അണ്ടർ വെയിറ്റ് ആട്ടോ. ഒരു ദിവസം ഉണ്ടാവും. അക്ഷയ് ആതിര ചോദിച്ചിട്ടുണ്ട്, കുട്ടച്ചൻ ആൻഡ് കണ്ണച്ചൻ അബൌട്ട്. നീ തന്നെ പറ അവരെ കുറിച്ചുള്ള. കുട്ടച്ചനും കണ്ണച്ചനും രണ്ടുപേരെ കുറിച്ച് അബൌട്ട്. ഞാൻ എന്ത് പറയാനാ, ഒത്തിരി വീഡിയോസിൽ വരുന്ന ഒരു നിങ്ങൾ തന്നെ പറയുന്ന കമന്റ് ആണ്, ഞാനും അച്ഛനും അച്ഛനായിട്ടുള്ള ഒരു ബോണ്ട് എങ്ങനെയാണ്. പിന്നെ കണ്ണച്ചനായിട്ട് ഈ സെയിം കണ്ണച്ചനെ എനിക്ക് തോന്നുന്നു കുട്ടച്ചനേക്കാളും ഞാൻ തർക്കുത്തരൊക്കെ പറഞ്ഞ് കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ്. രണ്ടച്ഛന്മാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടച്ചനെ പോലെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് കണ്ണച്ചന്. ഇപ്പൊ ഞാൻ കണ്ണച്ചനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണച്ചൻ വേറൊരു വൈബും കൂടിയാണ്. കാരണം എല്ലാ സംഭവം ഇവൻ ഒരു ഡാൻസ് കളിക്കേണ്ട കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ പോകേണ്ട കാര്യമായിക്കോട്ടെ, അതിനിപ്പോ എന്താണ് നമുക്ക് ചെയ്യാടാ അങ്ങനെ പറയുന്ന ഒരു വൈബാണ്. പുള്ളിനെ കണ്ട അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെയാണ്, ഇവരുടെ അടുത്ത് അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ അച്ഛൻ നമ്മുടെ അമ്മായച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അമ്മായച്ചനുള്ളവർക്ക് അറിയാം, ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് നല്ല അമ്മായച്ചന്മാരുണ്ട് ആ റെസ്പെക്റ്റിൽ നല്ല രീതിയിൽ പോണത്. പക്ഷെ ഇവിടെ വെച്ചെങ്കിൽ അച്ഛൻ ഞാൻ റെസ്പെക്റ്റും കൊടുക്കും, അതോടൊപ്പം തന്നെ അച്ഛൻ ഞാൻ കുറേ ചീത്ത പറയും, അച്ഛനോട് ഞാൻ തർക്കത്തിലും പറയും, അച്ഛനോട് കൊഞ്ഞിനും കുത്തും. മീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, അതെൻ്റെ ഒരു ഭാഗ്യമായിരിക്കും. എൻ്റെ സ്വന്തം അച്ഛനെ പോലെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയത്. ഒരു ക്വസ്റ്റ്യൻ, വെരി നൈസ്. ലില്ലി ടീച്ചർ, ലില്ലി അങ്ങനെന്തോ എനിക്ക് വായിക്കാൻ അറിയുന്നില്ല. ചേച്ചി തുടങ്ങിയ സമയത്ത് മുതൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, ഒരു വലിയൊരു ഫാനായി ചേച്ചിയുടെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. ചേച്ചിയും ഇൻസ്റ്റാൾ എന്ന പേരിടാൻ കാരണം എന്താണ്? ചേച്ചിക്ക് ഒന്നും ഇൻസ്റ്റാൾ എന്നുള്ള പേര് ഇടുന്നു? കുട്ടച്ഛന് എന്തുകൊണ്ടാണ് കട നിർത്തിയെന്ന് സജിത കുമാരി ചോദിച്ചിട്ടുണ്ട്. അച്ഛന്റെ അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാ. പിന്നെ കുട്ടച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പൊടിയുള്ളതിന്റെ പേര് നമുക്ക് അവിടെ ഇപ്പം നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ താൽക്കാലികമായി നിർത്തിയതാണ്. റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അച്ഛന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം റീസ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നൈറ്റുള്ള പരിപാടിയാണ്, ഉറക്കൊഴിച്ചിട്ടുള്ള പരിപാടിയാണ്. അച്ഛന് ഇപ്പോഴേ തന്നെ കാല് കഴപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ രാവിലെ പോവാണെങ്കിലാണ് അച്ഛന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ ഉണ്ട്. അതിന് അമ്മ വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അമ്മയ്ക്കായാലും കുട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറിയില്ല അതെന്തായിരിക്കും കേട്ടോ. വിജില ജെസ്സി നിങ്ങളുടെ ഇതുവരെയുള്ള ജേണി എങ്ങനെ എത്തി? ഇവിടെയും വരെ നിങ്ങളുടെ സക്സസ്, ഗുഡ് ഫാമിലി, അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട്, പ്ലീസ് എക്സ്പ്ലെയിൻ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ചില സമയങ്ങളിൽ ഇപ്പം നമ്മൾ അമ്പലങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടത്. അവർ വന്ന് നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളത് വലിയ ആൾക്കാരെ കണ്ടൊരു ഫീലാണ് അവർ. ചേച്ചി ഭയങ്കര ഫാനാണ് അങ്ങനെയൊക്കെ പറയണ കേൾക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. എന്നിട്ട് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം അവർ പറയുന്നത് ശരിക്കും ഞങ്ങളുടെ സത്യം ഞങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നിങ്ങൾ. വീഡിയോസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിങ്ങളിട്ട്. അങ്ങനെ ഒരു ജാടൊന്നുമില്ല. അപ്പൊ ഞാനും ഈശ്വര വീഡിയോസിൽ നമ്മൾ മറ്റേ ദരിദ്രമായിട്ട് നമ്മളിപ്പോഴും കാണുന്നത് അതുകൊണ്ടാണോ ഞങ്ങള് കഴിഞ്ഞ അമ്പലത്തിൽ പോയപ്പോഴാണെങ്കിൽ ഇതുള്ള രണ്ട് ഫാമിലി വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെട്ടിട്ട. അപ്പൊ ആ വീട്ടിലുള്ള ചേട്ടൻ വരെ ഞങ്ങളൊന്ന് സംസാരിക്കണം, നിങ്ങളെ കാണാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമായിട്ട് ഇവര് കൂടെ. അപ്പൊ ഇവര് എപ്പോഴും പറയാറുണ്ട്, അങ്ങനെയാണ് ഞാനും കണ്ടിട്ടുള്ളത് നിങ്ങളെ. അപ്പൊ എനിക്ക് അവർ അത്ര സന്തോഷത്തോടെ നമ്മൾ സംസാരിക്കണാണ്. അല്ലാണ്ട് ഞങ്ങൾക്കൊരു ജാട വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നപ്പോ നിങ്ങൾ വലിയ ആൾക്കാരായോ? ഞങ്ങൾക്ക് 4 പേർക്ക് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഉള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഒരാൾക്ക് പോലും തോന്നരുത് നമ്മളെടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് അയ്യോ എന്ത് ഞങ്ങൾ അവരെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ചോദിക്കും. കാരണം നമ്മളതും ചോദിക്കണ്ടേ, നമ്മളെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും അവർക്ക് അറിയാം. അവരത് ഇങ്ങോട്ട് മണിയായിട്ട് പറയുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അറിയിക്കണ്ടേ. ഇതിലെ റോസ്റ്റർ എന്ന് പറഞ്ഞ ഒരാള് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആക്ച്വലി റോസ്റ്ററിനോട് പറഞ്ഞത് ഇതിന് ഞങ്ങൾ റിപ്ലൈ തന്നിട്ട് കാര്യമില്ല, നീ കാണോ ഇല്ല ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞങ്ങൾ ആരാണ് ഞങ്ങളുടെ ചാനൽ നോക്കും, അത്രേ ഞാൻ പറയണുള്ളൂ. ചേച്ചീന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് മുഹസീൻ ചോദിച്ചിട്ടുണ്ട്. മുഹസീന, എന്റെ ഏറ്റവും വലിയ ഡ്രീം അതൊക്കെ എനിക്ക് സാധിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള ഡ്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു സന്തോഷം ഹാപ്പിനെസ് എന്നാലും നിർത്തി തരാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രീം മീൻസ് എൻ്റെ ഡ്രീമൊക്കെ ഇവിടെ വന്നപ്പോ ഏകദേശം എൻ്റെ മനസ്സ് നിറഞ്ഞു. ഹാപ്പിയാണ്. എല്ലാരും പറയണ ഹാപ്പിയാണ്.
അല്ലേ ചേച്ചി ഹാപ്പിയല്ലേ? ഞാൻ happy ഇത് അടുത്ത് ചോദിച്ചിട്ട് അർച്ചന ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണികളുടെ ഫുഡ് റൂട്ടീൻ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ വെയിറ്റ് കാര്യങ്ങൾ. അത് നമ്മൾ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എനിക്ക് തോന്നുന്നില്ല തീരുമെന്നുള്ളത്. ഫസ്റ്റ് യൂട്യൂബ് ഏർണിങ്സ് പറയാൻ പറ്റും. ഫസ്റ്റ് യൂട്യൂബ് ഏർണിങ്സ് വന്നത് എനിക്ക് അവനെ ശരിക്കും പറയാൻ പാടില്ല. എമൗണ്ട് എത്ര അറൗണ്ട് 15ഒന്നുമില്ല, 10ഒന്നുമില്ല, അങ്ങനെയല്ല. അത് ഞാൻ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് പറയണ ഒരു 6 to 10 തോന്നുന്നു കേട്ടോ എനിക്ക്. കാശുകുട്ടൻ പാറുക്കുട്ടിയും സ്വന്തം മക്കളെ പോലെയാണോ കാണുന്നത്? അല്ല, അപ്പുറത്തെ വീട്ടിൽ ഞാൻ ആരോടാ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുണ്ടോ? നമുക്ക് ഇവിടെ 4 പേരും ഒരേപോലെയാണ്. അത് സത്യം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര അധികം നിങ്ങൾക്ക് തലക്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതായിട്ട് ഞങ്ങൾക്കൊരു ആവശ്യവുമില്ല. ഞങ്ങൾ അങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നത്. 4 പേരും കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ വീട്ടിൽ ഓരോ പേരെയും കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അവരെ അങ്ങനെ മാറ്റി നിർത്തി കാണാൻ പറ്റില്ല. കാരണം പാറുക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയണം, അവള് ഈ ഉണ്ണികളെ നോക്കണത് ഒരു ചേച്ചി എന്നാലും ഉപരിക്കറി നല്ല രീതിയിൽ ഒരു അമ്മനൊക്കെ പോലെ നമ്മളെ ഏൽപ്പിച്ച് പോവാൻ പറ്റുന്ന എപ്പോഴും പറയണതാ. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് കിടന്ന ഉച്ചയ്ക്ക് പോയപ്പോൾ കാശുകുട്ടൻ ഒറ്റയ്ക്കായിരുന്നു. ആഞ്ചിനൊരു വീടെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാനും കാശുകുട്ടൻ നല്ല റൂമിലാണ് കിടന്നത്. അത് കഴിഞ്ഞിട്ട് 5ഉം 6ഉം റൂമിലേക്ക് വന്നിട്ടാ. അപ്പോൾ ആ ഒരു ടൈമിൽ അല്ലോ എനിക്കിപ്പോൾ അല്ലോന് ചൂച്ചുമുള്ള മുട്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പാറു കൊണ്ടുപോയി ചൂച്ചും മുള്ളിച്ച് ബാത്റൂമിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നു. അതൊരു ചേച്ചി ചെയ്യേണ്ട കടമയാണ്. പക്ഷെ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ റെലവെന്റ് ആവാത്ത അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ കാണാനേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. രണ്ട് വീടുകളിലോ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിലോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളെ വേറെ രീതിയിൽ കാണാൻ പാടില്ല. ഓക്കെ. പിന്നെ നന്ദന വെച്ചിട്ടുണ്ട്, ഇനി ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കീത്തുച്ചേച്ചിക്ക് മോഡേൺ ഡ്രസ്സാണ് ട്രഡീഷണൽ ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടം. ഉണ്ണികളിൽ ഏറ്റവും കുരുത്തക്കേട് ആർക്കാണ്? നിങ്ങളുടെ ചലഞ്ച് വീഡിയോ ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹിമാലയം പോകണമെന്നുണ്ടോ അവൾക്ക്? ഇപ്പോഴല്ല, ഇപ്പൊ കാശ്. പിന്നെ കീത്തുച്ചേച്ചിക്ക് എപ്പോഴും മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം. ട്രഡീഷണൽ ഇട്ട് എനിക്ക് വൃത്തിണ്ടാവില്ല. പിന്നെ ഉണ്ണികളിൽ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് കാശൂട്ടനാണ്. പിന്നെ വാശി എന്ന് പറഞ്ഞത് നെല്ലിപ്പൊട്ടിക്ക് കാണാൻ നല്ല വാശിയുണ്ട്. അടിപൊളി വാശി, രക്ഷയില്ലാത്ത വാശി. ഇന്നലെ ഫുള്ള് കരച്ചിൽ തന്നെയായിരുന്നു. അടിയിട്ടിട്ട് ചീത്ത പറയുമ്പോ ഭയങ്കര സങ്കടം കുട്ടിക്ക്. അടുത്ത ക്വസ്റ്റൻ അഭിനയ ചോദിച്ചിരിക്കുകയാണ്. അഞ്ജു ചേച്ചിയും ഗീതു ചേച്ചി, ഗീതു അല്ല ഗീത്തോണ് വീണ്ടും വീണ്ടും പറയുന്ന ചേച്ചിയും നല്ല ബോണ്ടാണ്. ഗീവ് ദ റീസൺ, കൊടുക്ക്. അവര് ഓപ്പൺ സംസാരിക്കുക, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ക്ലാരിറ്റി വരുത്തുന്നതിലാണ് ഇവരുടെ ബോണ്ട് ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇന്നലെ സംസാരിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഓരോ ദിവസം ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. ഞങ്ങളല്ലേ പറയുന്നത് എപ്പോഴെപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതായത് ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, അതായത് 24 മണിക്കൂർ ഇതിനുള്ളിൽ കണ്ട് വർത്തനം പറയാം. എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുപാട് വർത്തനം ഞാനതിൽ മുഴുകിപ്പോവും. അതുകൊണ്ടിട്ട് ചുറ്റുള്ളത് എന്ന് ഞാൻ കാണില്ല. എനിക്ക് ചേട്ടാ അതിനിടയിൽ എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞു കേട്ടോ. അയ്യോ, ക്വസ്റ്റ്യൻ ആര്യമോൾ സുനിൽ ഞാൻ വായിച്ച് റെഡിയാക്കിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. ആര്യമോൾ ചേച്ചി ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ചേട്ടനായാലും മാരേജ് ബിഫോർ നമ്മൾ ചോദിച്ചത് നോക്കിയിട്ടുണ്ട് കുറെ പേര് നോക്കിയിട്ടുണ്ട്. അത് ലിൻഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീഷ് വെച്ചുകൊണ്ട് ആദ്യമായി അച്ഛനും അമ്മയും നിങ്ങളെ വഴക്ക് പറഞ്ഞത് എന്തിനായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല. അച്ഛനായാലും അമ്മയായാലും എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്. അത് എങ്ങനെ ചെയ്തിട്ട് നന്നല്ല എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങൾ മാത്രല്ല എന്താ അവിടെ എടുക്കണേ 5 അത് നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട്. അപ്പൊ അമ്മയായാലും പറയാം, ഇവിടെ എല്ലാവരും പറയാറുണ്ട്. വഴക്ക് പറയാതെ ആരും ഇരിക്കുന്നില്ല കേട്ടോ. ആര്യമോള് ചോദിച്ചാൽ വലിയ ക്വസ്റ്റ്യൻ സംഭവിച്ച വേറെ ഒന്നുമില്ല, നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതേപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിട്ടാ പറഞ്ഞിട്ടുള്ളത്, അഞ്ജു ചേച്ചി, നിഖിൽ ചേട്ടൻ, ഗീതു ചേച്ചി, നിതീഷ് ചേട്ടൻ, സീതമ്മ, കുട്ടച്ചൻ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ലവ് യു ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇനി വീഡിയോസ് കാണണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു കേട്ടോ. സുൽഫദ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദ വീഡിയോ അബൌട്ട് MCD ട്വിൻസ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറി. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ വീഡിയോസ് കേട്ടതൊക്കെ. ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ
ഹെൽപ്ഫുൾ ഫോർ മീ, താങ്ക് യു. ചേച്ചി അല്ലൂസിനും മൈനൂസിനും കണ്ണിന് എന്ത് പറ്റിയതാ? പ്രീറ്റൻ ആയതുകൊണ്ടാണോ ഇപ്പോൾ കണ്ണട യൂസ് ചെയ്യുന്നുണ്ട്? അതെ, പ്രീറ്റൻ ബേബീസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടായി. കാരണം അവർ പ്രീ ടൈം ആണല്ലോ, നേരത്തെ വരുന്നതാണല്ലോ. അപ്പൊ അവരുടെ ആ കണ്ണിന്റെ ഞരമ്പുകളും സംഭവങ്ങളും ഒക്കെ ഉറയ്ക്കാനും എന്ത് ഓർഗൻസ് ആയാലും ഉറയ്ക്കാനുള്ള ടൈമാണ് ഇത് ലാസ്റ്റത്തെ 2 months പറയുന്നത്. അത് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് സൈറ്റ് ഉണ്ട് അവർക്ക്. അത് ഭാഗ്യത്തിന് ഷോർട്ട് സൈറ്റ് ആയിട്ട് മാത്രമേ നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അത് കണ്ണാട വെച്ചിട്ടാണെങ്കിലും മുന്നോട്ട് ശരിയാക്കാം. പിന്നെ അവർക്ക് ഒരു ഏജ് ആവുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും കൊടുത്തിട്ട് കണ്ണാട നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഷഹാന അടുത്ത ക്വസ്റ്റ് ചോദിച്ചതാണ്. ഷഹാന ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഞാൻ ഇടയ്ക്ക് കമന്റ് ഇടാറുണ്ട്, റിപ്ലൈ ഇല്ല. മാക്സിമം കമന്റ്സിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഷഹാന. ഓക്കെ, എൻ്റെ മോൾക്ക് ഞാൻ ഫോർമുല ഫീൽഡാണ് കൊടുക്കുന്നത്. നെറ്റിൽ ഇടയ്ക്ക് ഇടാൻ അവൾക്ക് എണീക്കുമ്പോൾ നൈറ്റിൽ ഇടയ്ക്ക് അവൾ എണീക്കും ഫോർമുല മിൽക്കാണ് നൽകാറ്. ചേച്ചി അങ്ങനെ തന്നെയാണോ? അവിടെ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ അങ്ങനെയാണ്, ബ്രസ്റ്റ് ഫീഡിങ് വളരെ കുറവായിരുന്നു. ഇപ്പോഴും കൊടുക്കുന്ന ഇപ്പൊ ഡെയിലി 1 time ഒക്കെ കുടിച്ചില്ല അവര്. അതെ, പിന്നെ ഇപ്പൊ രാത്രി എണീക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോ പാല് വേണമെന്ന് പറയാറില്ല. അല്ലെങ്കിൽ നോർമലായിട്ട് മാറി എണീക്കും. അപ്പൊ നമ്മളുണ്ടോന്ന് നോക്കിയിട്ട് നമ്മളെ മേത്ത് കയറി കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ തപ്പി വിളിക്കും. ചില ദിവസങ്ങളിൽ ഒരാൾ മുകളിൽ ഒരാൾ താഴെ, ചില ദിവസം എന്റെ അടുത്ത് വിളിച്ചാടും കിടക്കും. അപ്പൊ ഇങ്ങനെ വിളിക്കാം, ഞങ്ങൾ താഴെയും മുകളിലായിട്ട് കിടക്കുന്ന അറിയാലോ. പിന്നെ അല്ലു അതിന് കാശ് സംസാരിക്കുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട് തെരേസ. ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടാട്ടെ, നമ്മളൊരു സംസാരിക്കുന്ന വീഡിയോ എന്തായാലും ഇടാം. രേഷ്മ ചോദിച്ചിട്ടുണ്ട് പണിക്കാട്ടിലെ കൂട്ടുകുടുംബം എന്താണെന്ന്. അതിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ടാവും. നിങ്ങളും അങ്ങനത്തെ ഒക്കെ കൂട്ടുകുടുംബങ്ങള് ഓരോ തറവാട്ടുകാരായിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പരിചയക്കാരാണെങ്കിൽ പോലും അതേപോലെ ഉണ്ടാക്കി റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ കൂടുതൽ ബോണ്ട് ഉണ്ട് ഇങ്ങനത്തെ കൂട്ടുകുടുംബങ്ങളായിട്ട് പോകുമ്പോ, കൂട്ടുകുടുംബമായിട്ട് പോകുമ്പോൾ അവിടെ ശ്വാസം പോയി. അതാണ്. അപ്പൊ അത് ഞങ്ങളുടെ വാർഷികം വരുന്നുണ്ട്, അടിപൊളി പരിപാടി ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും എന്റെ ഫുൾ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഡാൻസ് പാട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കെൻഡില്. ഞാൻ പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് കയറി പറയല്ലേ അല്ലേ. പിന്നെ ഇതില് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മറക്കരുത്. ദേവി ദർശന എപ്പോഴും നമ്മുടെ വീഡിയോസ് എല്ലാത്തിനും നല്ല കമന്റ്സ് ഇടുന്ന ആളാണ്. ടിക്ടോക്കിന്റെ സമയങ്ങളിൽ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്. ഉടൻപണം ഷോ ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് ടിക്ടോക്ക് പോയി യൂട്യൂബ് ആയപ്പോൾ നിങ്ങൾ അറിയുന്ന സാധാരണ ഫാമിലി. എൻ്റെ ചോദ്യം ഇതാണ്, വീഡിയോസ് ടിക്ടോക്കിൽ എടുക്കുമ്പോൾ ചമ്മലുണ്ടോ? അന്ന് ക്യാഷ് ഇല്ലല്ലോ. ശരിയാണ്, അന്ന് ക്യാഷ് ഇല്ല. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. യൂട്യൂബിൽ ആക്റ്റീവായി അതിൽ നിന്നും ക്യാഷ് നിങ്ങൾക്ക് എത്ര ക്ലിക്ക് ആകുമെന്ന് വിചാരിച്ചിരുന്നു. ഒരിക്കലും നമ്മൾ ക്യാഷ് കിട്ടുമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടൊന്ന് യൂട്യൂബ് തുടങ്ങിയതല്ല. നമ്മൾ ടിക്ടോക്ക് അവസാനിപ്പിച്ച സമയത്ത് നമുക്ക് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത്. കുട്ടച്ചനൊക്കെ ഏതോ പഴയ വീഡിയോയിൽ അച്ഛൻ ഫാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഫാൻസ് വേണ്ട എന്ന് മറുപടി പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ പോകെ എല്ലാവരും സപ്പോർട്ടായെന്ന് വീഡിയോ ഇടാനും പറയുന്ന രീതിയിലായി. അപ്പം അച്ഛനും അതിലും വളരെ സന്തോഷം. അച്ഛന് ഫാൻസ് എന്ന് പറയുന്നത് സീതമ്മ കുട്ടച്ഛനൊക്കെ ഇഷ്ടപ്പെടുന്നു. ഫാൻസ് എന്നല്ല അതിനെ പറയാം, ഇഷ്ടപ്പെടുന്നു. നല്ല അവരെ എന്താ പറയുക, അച്ഛനെ പോലെ അമ്മനെ പോലെ ഒക്കെ കാണുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ സാധാരണക്കാരെ പോലെ ഇടപഴകാൻ പറ്റാറുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ലെവലിലേക്കൊന്നും ഞങ്ങളൊന്നും എത്തിയിട്ടൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ എല്ലാവരും പറയും ഇതേ പോണ് അവർ യൂട്യൂബേഴ്സാണ് അങ്ങനെയൊക്കെ പറയും. ചിലവർ വന്ന് ഫോട്ടോ എടുക്കും, നല്ല നല്ല കാര്യങ്ങളൊന്ന് പറയും, വീഡിയോസ് ഇടണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും, മാറി നിൽക്കും. അപ്പൊ ഞങ്ങൾ ഓട്ടോമാറ്റിക് ഞങ്ങൾ ചെന്ന് സംസാരിക്കാറുണ്ട്, ഹായ് കൊടുക്കാറുണ്ട്. കാരണം അങ്ങനെ നിന്നെ നടിച്ചിക്കണേ നമ്മളെടുത്ത് വന്നൂടെ, നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആണ്. കാരണം യൂട്യൂബ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി എന്ത് ചെയ്യും, എങ്ങനെയാണ് പ്ലാനിങ് ഉള്ളത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഓരോരോ ജോലികളുണ്ട്. ഇവൻ അവളാണെങ്കിൽ MCA ഗ്രാജുവേറ്റ് ആണ്, ഞാനാണെങ്കിൽ എന്താ പറയുക BBA ഗ്രാജുവേറ്റ് ആണ്. അല്ല, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷനും ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യാം, പിന്നെ കൈത്തൊഴിലൊക്കെ അറിയാം, ഇതൊക്കെയാണ് നമ്മള് എന്താ പറയാ. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ലാസ്റ്റ് ആയിട്ട് വായിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ആ ക്വസ്റ്റ്യൻ വളരെ നമ്മളത്രയും നല്ല കമന്റ്സുകൾ നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്നതും ഒരു മിനിറ്റ് നമുക്ക് ആ കമന്റ്സുകളായിട്ട് വരുന്നതിൽ അത് മോശമായിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ട് നിങ്ങളെ തിരുത്തണോടെന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ് ദേവി ദർശൻ. അപ്പോ ഇത് ബാക്കി പറ. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു Q&A ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി സമയമായിട്ടുണ്ട്. ബോറടിച്ചോന്ന് അറിയില്ല. അപ്പൊ അതേ ചെക്കന്മാരൊക്കെ കളി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇത് പിപ്പിട്ട് കാണിച്ചിട്ട് അല്ലോ എവിടെയായിരുന്നു അഞ്ജു അല്ലെങ്കിൽ കാശി നിധി ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലോ ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ ഫോൺ തരാം. ഹായ് ഗൈസ്, അല്ലോ വന്നു, ബൈ.
ലവ് യു ലവ് യു പറഞ്ഞേ. ഓക്കെ ലവ് യു പറയ്. നാളെ ദേ വരുന്നുണ്ട് ഒരാൾ ഓടി വരുന്നുണ്ട് ടാറ്റാ. ദേ വരുന്നു അതിന് കൂട്ട വാ ഓടി വച്ചിരിക്കും വാ വാ അച്ഛനമ്മ വാ ദേ വിളിക്കുന്നു ദേ ഇവിടെ ഹായ് പറയ്. ലവ് യു പറഞ്ഞേ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. നാളെ കാണാന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ഇതാരാ ടുട്ടു. ഇതാരാ ഇപ്പൊ ഇതും ടുട്ടു ആണ് അവന്റെ കേട്ടാ. ഞാൻ പിടിച്ചു ബായ് പറ. അപ്പൊ ഗൈസ് ബായ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ കൊടുക്കും. ഉള്ളിൽ പോയിട്ട് ഫാൻ ഇട്ടിരിക്കും.